അപ്രോക്സിമേഷൻ കണ്ടു. എന്താണ് ഈ ഒരു അപ്രോക്സിമേഷൻ H11, അതായത് HR കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ് ആൽഫ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇത് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, R എന്ന് പറഞ്ഞിട്ടുള്ള കാർബണിൻ്റെ PZ ഓർബിറ്റലിൻ്റെ ആ ഒരു കാർബണിലെ PZ ഓർബിറ്റലിൻ്റെ ആവറേജ് എനർജി ആയിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. HR എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് നമ്മൾ കോമൺലി ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ഇക്വേഷൻസിലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വാല്യൂസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ ഈ ഒരു HNN ഇതിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ H22, അതുപോലെ തന്നെ H11 അവരൊക്കെ എന്തായിട്ട് മാറും, ആൽഫയായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഈ ഒരു കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആൽഫ. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളതിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡയഗണലായിട്ടും ഇനിയും ഇവിടെയൊക്കെ എലമെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് കാണിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ആൾക്കാരനെ ആൽഫയായിട്ട് ഞാൻ അടിയിൽ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി എഴുതുന്നുണ്ട്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ അപ്രോക്സിമേഷൻ ഇത്രയാണ്. അപ്പോൾ HR എന്ന് പറഞ്ഞിട്ടുള്ള HRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ RS ആണ്. ഓക്കെ, HRS എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രലാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്, S എന്ന് പറയുന്നത് പൊസിഷനാണ്. നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ കാർബൺ ആറ്റത്തിനെ, അതുപോലെ R എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വെച്ചിട്ട് ഒരു പൊസിഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ആറിലും എസ്സിലും ആരുണ്ട്, കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ആ കാർബൺ ആറ്റത്തിൻ്റെ PZ ഓർബിറ്റൽസ്, ഇപ്പോൾ R എന്ന് പറഞ്ഞിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ ആ ഒരു പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ PZ ഓർബിറ്റലും S എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലുള്ള നമ്മുടെ കാർബൺ ആറ്റത്തിൻ്റെ PZ ഓർബിറ്റലും, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻ്ററാക്ഷനെയാണ് നമ്മൾ എന്താണ് HRS കൊണ്ട് എനർജി ഇൻ്ററാക്ഷൻ. ഈ രണ്ട് ഓർബിറ്റൽസും തമ്മിൽ എത്രത്തോളം ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആവറേജ് എനർജി ഓഫ് അവർ തമ്മിലുള്ള ആവറേജ് എനർജി ഓഫ് ഇൻ്ററാക്ഷനാണ് നമ്മളിവിടെ എന്താണ് HRS കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരത്തെ HR വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാർബണിൻ്റെ PZ ഓർബിറ്റലിൻ്റെ ആവറേജ് എനർജിയാണ്. നമുക്കറിയാം എല്ലാ കാർബണിൻ്റെയും PZ ഓർബിറ്റലിൻ്റെ ആവറേജ് എനർജി നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിമിലർലി നമ്മളൊരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത രണ്ട് കാർബൺ ആറ്റംസ് കൺസിഡർ ചെയ്യുക. അതായത് പരസ്പരം നെയ്ബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു രണ്ട് കാർബൺ ആറ്റംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് കാർബൺ ആറ്റത്തിൻ്റെ PZ ഓർബിറ്റൽസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അതുവഴി ഉണ്ടാകുന്ന ആവറേജ് എനർജി, അതിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, HRS വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കണ്ടീഷൻ. HRS എന്ന് പറയുന്നത് എന്താണ്, Rഉം S പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ PZ ഓർബിറ്റൽസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് ആണ്. അതിൻ്റെ എനർജി, ആവറേജ് എനർജിയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താണ്, ഇത് ഈക്വൽ ടു ബീറ്റ ആകും എപ്പോൾ, Rഉം അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് Rഉം Sഉം എന്താണ്, എന്തിനോട് ഈക്വൽ ആണ്, അവർ രണ്ടുപേരും നെയ്ബേഴ്സ് ആണെങ്കിൽ മാത്രം. Rഉം Sഉം നെയ്ബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അവരുടെ ആ കാർബണിലെ PZ ഓർബിറ്റലിൻ്റെ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്, അവരുടെ ആവറേജ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ബീറ്റയായിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് കാർബൺ ആറ്റംസ് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റംസ്, ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് അവർ ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പൈ ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PZ ഓർബിറ്റലാണ്. അതുകൊണ്ട് നെയ്ബറിങ് ആറ്റത്തിൻ്റെ PZ ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബീറ്റയായിട്ട് കൊടുക്കാം. എല്ലാ ഇൻറ്ററാക്ഷൻസും നെയ്ബറിങ് ആറ്റത്തിൻ്റെ ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ആ എനർജി ഇൻറ്ററാക്ഷൻ നമ്മൾ ബീറ്റയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അടിയിൽ നോക്കുക H12, H21, H23, H32, H34, അതായത് ഫസ്റ്റ് കാർബണിൻ്റെയും സെക്കൻഡ് കാർബണിൻ്റെയും PZ ഓർബിറ്റൽസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് H12. സെക്കൻഡ് കാർബണും ഫസ്റ്റ് കാർബണും, തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്, സെക്കൻഡ് കാർബണും ഫസ്റ്റ് കാർബണും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് ഈ H21. സെക്കൻഡ് കാർബണും തേർഡ് കാർബണിലും PZ ഓർബിറ്റൽസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് H23. അങ്ങനെ എന്താണ്, പരസ്പരം അടുത്തടുത്തുള്ള ആൾക്കാർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അതിൻ്റെ എനർജി, ആവറേജ് എനർജി ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ ആയിട്ട് കൊടുത്തു.
ഇനി ഇതിലൊന്നും പെടുന്നില്ല. ഇനിയിപ്പോൾ സെയിം ഓർബിറ്റൽസിൻ്റെ കേസ് വിടുക, അതുപോലെ തന്നെ ഈ ഒരു ബീറ്റ ടേംസ് കൊടുത്തിട്ടുള്ള ആൾക്കാരിന് വിടുക. അതായത് അടുത്തടുത്ത്, അതായത് ബോണ്ടിങ്ങിൽ ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം തമ്മിലുള്ള അവരുടെ pz ഓർബിറ്റൽ തമ്മിലുള്ള ഇൻട്രാക്ഷനും വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നമ്മൾ 0 വാല്യൂ ആണ് കൊടുക്കുക. ബാക്കി എല്ലാ HRSനും 0 ആയിരിക്കും കൊടുക്കുക. കാരണം എന്താ, ഇവരൊന്നും ഈ ഒരു കണ്ടീഷൻ HRS = 0 എപ്പോഴാണ് ഈ കണ്ടീഷൻ നടക്കുക? ആറും എസും പൊസിഷനിലുള്ള നമ്മുടെ കാർബൺ ആറ്റംസ് പരസ്പരം ബോണ്ട് ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി ബോണ്ടഡ് അല്ല. അതായത് സപ്പോസ് ഇപ്പോൾ ഒരു അലൈൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, കാറ്റയോണോ ആനയോണോ എന്തെങ്കിലും, ഇപ്പോൾ റാഡിക്കലാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ കിടന്നോട്ടെ. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക H11 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, H22 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, H33 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇവരൊക്കെ നമ്മുടെ ആൽഫ ടേംസ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക സെക്യുലർ ഇക്വേഷൻസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് H12, അതുപോലെ തന്നെ H23, അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് 3 എക്സാമ്പിൾ എഴുതാം കേട്ടോ. H12, H23, H21, H32 ഇത്ര എടുക്കുക. ഇവരുടെ വാല്യൂ എന്താണ്? നെയ്ബേഴ്സ് ആണ്, അപ്പോൾ അവർ ബീറ്റ ആയിട്ട് എടുത്തു. ഇനി നെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നെയ്ബറിങ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് 1, 2 കാർബൺസ് തമ്മിലുള്ളത് നെയ്ബറിങ് ഇൻറ്ററാക്ഷൻ ആണ്, അവർ ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. 2ഉം 3ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതും എന്താണ്? ഡയറക്റ്റ്ലി ബോണ്ടിങ് ഇൻറ്ററാക്ഷൻസ് ആണ്, ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ബീറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ 1ഉം 3ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക H13 വെച്ചിട്ടാണ്, അതല്ലാന്നുണ്ടെങ്കിൽ H31 വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് എന്താണ്? =0 നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇവിടെ എച്ചിൻ്റെ കാര്യം പറയാം. അപ്പോൾ H അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രൽ അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ H12 എന്ന് പറയുന്നത് നെയ്ബേഴ്സ് ആണ്, 1ഉം 2ഉം പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ pz ഓർബിറ്റൽ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. ഇതും അത് തന്നെയാണ് പറയുന്നത്, H21 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താ? ഓക്കെ, ഇവർ രണ്ടുപേരും നമുക്ക് എന്താണ്? ഇത് നമുക്ക് ബീറ്റ ആയിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഞാൻ ഇപ്പോൾ റൗണ്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്താണ്? 0 വാല്യൂ ആയിട്ടായിരിക്കും അവരൊക്കെ പോകുന്നുണ്ടായിരിക്കുക. ഈ ഒരു H11N, H2N അതൊക്കെ എന്താണ്? 0 ആയിരിക്കും. എച്ചിൻ്റെ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എസിൻ്റെ വാല്യൂസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഓക്കെ, ഇതാ ഇൻ്റഗ്രൽസ് SR എന്ന് പറയുന്ന SRR എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ്റഗ്രൽ PR into PR into d2, that is integral PR square d2 equal to എത്ര കിട്ടുക? നോർമലൈസേഷൻ കണ്ടീഷൻ =1 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് 1 ആയിട്ട് എഴുതാം. എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് എന്താ ഈ SRR എന്ന് പറയണത്? R എന്ന് പറയുന്നത് എന്താ? ആർത്ത് പൊസിഷനിലുള്ള കാർബൺ ആറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SRR എന്ന് ഉദ്ദേശിക്കുന്നത് ആ R എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ pz ഓർബിറ്റൽസ് അവർ തമ്മിലുള്ള ഓവർലാപ്പിംഗ് അല്ലേ? എന്തായിരുന്നു? ഓവർലാപ്പിംഗ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് എത്ര മനസ്സിലാക്കുക, അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് ഇവിടെ നോക്കുന്നത്. അതായത് സെയിം ഓർബിറ്റലിലുള്ള സെയിം ആറ്റത്തിലുള്ള ഓർബിറ്റൽസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് pz ഓർബിറ്റൽസ് ആണ്. ഇപ്പോൾ PR-ലുള്ള ആൾക്കാർ pz ഓർബിറ്റലിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോർമലൈസേഷൻ കണ്ടീഷനായിട്ട് മാറും. അപ്പം PR സ്ക്വയർ d2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, =1 കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് എന്താ? ബാക്കിയുള്ള SRS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും S11, S22, S33 അതിൻ്റെ ഒക്കെ വാല്യൂ എന്താണ്? =1 ആയിരിക്കും. ഇത് SRR എന്ന് പറയുന്നത് =1 ആയിരിക്കും. ബാക്കി എല്ലാവർക്കും 0 കൊടുക്കും. അപ്പോൾ മേലേക്ക് പോയി കഴിഞ്ഞിട്ട് വെച്ചാൽ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ഈ ആൽഫയുടെ അടുത്ത് വരുന്ന എസ് ഒക്കെ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ആൽഫ ടേംസ് ഉള്ള
ആ ടേംസിലുള്ള എസിൻ്റെ വാല്യൂ ഒക്കെ 1 ആയിട്ട് മാറും. ബാക്കിയൊക്കെ എന്താണ് 0 ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ടേംസ് ഒക്കെ എന്താണ് ഇവിടെ ഈ കാണുന്ന ഈ ടേം ഒക്കെ 0 ആയിട്ട് പോകും. ഓക്കെ, അതൊക്കെ 0 ആയിട്ട് പോവും. ഈ എച്ചിൻ്റെ വാല്യൂം ഇവിടെ എന്താണ് 0 ആയിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുകയാണ്. അടിയിൽ ഈ ഒരു ഡിറ്റർമിനൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇക്വേഷൻസ് മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്രോക്സിമേഷനിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആൽഫ ഈ ഒരു ഈക്വൽ ടു 0 ഉണ്ട്, എല്ലാത്തിലും ഈക്വൽ ടു 0 ഇട്ടോളൂ കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റർമിനൻ്റൽ ഇക്വേഷനിൽ നമ്മൾ ബീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻറ്റിനെ ബീറ്റ വെച്ചിട്ട് എല്ലാ ടേമിലും ബീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൽഫ മൈനസ് സി ബൈ ബീറ്റ ആൽഫ മൈനസ് ബീറ്റ ഇവിടെയും ഡിവൈഡഡ് ബൈ ബീറ്റ. ഇതൊക്കെ എന്താണ് 0 ബൈ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതൊന്നും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഇവിടെ ബീറ്റ ബൈ ബീറ്റ, ഇവിടെ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 0 ബൈ ബീറ്റ. ഓക്കെ, ഇവിടെ ഒക്കെ ബീറ്റ വന്നു. എല്ലാത്തിനും ഈ ടേംസിനൊക്കെ ബീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് കൊടുക്കുക. അതാണ് നമുക്കിവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഈ ഒരു ക്വാണ്ടിറ്റി ഡയഗണലായിട്ട് കിടക്കുന്ന ക്വാണ്ടിറ്റീസൊക്കെ എന്താണ് എക്സ് ആയിട്ട് മാറും. അടിയിൽ നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 0യും 1ഉം ആണ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡയഗണലായിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഈ ഡയഗണലായിട്ട് പോകുന്ന ആൾക്കാർ ഇതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് കേട്ടോ. ഈ ആൽഫയുടെ ടേംസിലുള്ള ഡിറ്റർമിനൻസ് ഇതാദ്യം എഴുതേണ്ടി വരും. ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ മറ്റേത് എഴുതണവർക്ക് എഴുതാം, ടൈം ഉള്ളതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇനി വീണ്ടും ഓരോ മോളിക്യൂൾ പറയുമ്പോഴും ഈ ഡിറ്റർമിനൻ്റ് എഴുതിയതിന് ശേഷം അവിടെ മാറ്റാനായിട്ട് ഞാൻ നിൽക്കില്ല. ഞാൻ ഡയറക്റ്റ് ഈ ഒരു ഡിറ്റർമിനൻ്റ് എഴുതി പോവുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും ആദ്യം നന്നായി മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് വേറെ പുറമേ നിന്നുള്ളതൊന്നും ആവശ്യമില്ല. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ, ഡയഗണലായിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാതും എക്സിൻ്റെ വാല്യൂ ആണ്. ഇനി ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻ്റ് ഡയറക്റ്റായിട്ട് എഴുതണം എന്നുണ്ട് വെച്ചെങ്കിൽ ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ അതായിരിക്കും, ആ നമ്പർ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ഡിറ്റർമിനൻ്റ് ഓർഡർ. അപ്പോൾ ഇഥൈലിൻ്റെ കേസ് പറഞ്ഞു, അവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2/2 ഡിറ്റർമിനൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ഇപ്പോൾ ഒരു അല്ലൈൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3/3 ഡിറ്റർമിനൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ഇപ്പോൾ n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് വെച്ചെങ്കിൽ അവിടെ നിങ്ങൾക്ക് n/n ഡിറ്റർമിനൻ്റ് എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഡിറ്റർമിനൻറ്റിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. എവിടെ നിന്നാണ് ഡിറ്റർമിനൻ്റ്? ഓർഡർ ഓഫ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ എന്തായിരുന്നു? ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. ആ ഒരു സിസ്റ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമായിരിക്കും നിങ്ങളുടെ ഓർഡർ ഓഫ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡയഗണൽ ആയിട്ടുള്ള ആൾക്കാർ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ആയിരിക്കും വരിക. അപ്പോൾ ഡിറ്റർമിനൻ്റൽ ഇക്വേഷൻ സെക്കുലർ ഡിറ്റർമിനൻ്റൽ ഇക്വേഷൻ എഴുതുമ്പോൾ ആൽഫ മൈനസ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് ആയിരിക്കും നിങ്ങൾക്ക് ഫുള്ള് ഡയഗണലായിട്ട് വരിക. പിന്നെ അതിനെ ബീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എക്സിൻ്റെ ടേം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ എക്സ് കിടക്കുന്ന എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ബാക്കി അതിൻ്റെ മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് എന്താണ് വരിക? 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. നോക്കിക്കോ, എക്സിൻ്റെ താഴെ 1 ഉണ്ട്, മേലേക്ക് ഡിറ്റർമിനൻ്റ് മേലേക്ക് ക്വാണ്ടിറ്റി എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് വിടുക. അത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ എക്സ് എടുക്കുക, അതിൻ്റെ മുകളിലും താഴെയും 1 എഴുതുക. മൂന്നാമത്തെ ആളിനെടുക്കുക, മുകളിൽ എഴുതുക, ഇവിടെ 1 തന്നെയായിരിക്കും വരിക.
ഇനി ഇവിടെ എക്സ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഫൈനലി ഇവിടെ ഒരു എക്സ് ഉണ്ടാവും. ആ എക്സിൻ്റെ താഴെ ഇവിടെ ഒരു 1 ഉണ്ടാവും, ഇവിടെ ഒരു 1 ഉണ്ടാവും. ഈ എക്സിൻ്റെ മുകളിലായിട്ട് എന്താണ്, ഇവിടെ ഒരു 1 ഉണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് എഴുതണതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽസ് ഒക്കെ എന്താണ്, എത്ര ഓർഡർ ഉണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞത് തന്നെ. ഡയഗണൽ എന്ന് പറയുന്നത്, ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ മൈനസ് ഇ ആയിരിക്കും. പിന്നെ ബാക്കി അതിൻ്റെ മുകളിലും താഴെയും, ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മുകളിലും താഴെയും ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി എഴുതുക. ബാക്കിയൊക്കെ 0 ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ എന്താ, ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്രോക്സിമേഷൻ, 7ാമത്തെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് HMOയുടെ എനർജി ലെവൽസ് ആണ്. ഓക്കെ, HMOയുടെ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഇത് ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയില്ലേ, ഈ ഒരു ഡിറ്റർമിനൻറ്റ് നമ്മൾ നെക്സ്റ്റ് സോൾവ് ചെയ്യണം. ഈ നെക്സ്റ്റ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് HMO എനർജി ലെവൽസിൻ്റെ എനർജിയാണ്, എക്സിൻ്റെ വാല്യൂ കിട്ടും. അത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ ഈ ഒരു ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ, ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു, ആൽഫ മൈനസ് സി ബൈ ബീറ്റി ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് വാല്യൂ കിട്ടാം, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കിട്ടാം. അതും അല്ലാന്ന് വെച്ചെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ നമുക്കിവിടെ HMOയുടെ എനർജി ലെവൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റീനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരിനൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ EJ ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് XJ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് എനർജി ലെവൽസിൻ്റെ എനർജി നമുക്കത് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, 0 ആവാം. ഇപ്പം നെഗറ്റീവ് റൂട്ടാണെന്ന് വിചാരിക്കുക, എക്സിൻ്റെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി എടുക്കുകയാണ്, അതായത് XJ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷൻ അടിയിൽ ഞാൻ എഴുതാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അടിയിൽ എഴുതാണ്. EJ ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് ഓഫ് XJ ഇൻറ്റു ബീറ്റ. ബീറ്റയുടെ ക്വാണ്ടിറ്റി, ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇനി XJ എന്ന് പറയുന്നത് എന്താണ്, XJ എന്ന് പറയുന്നത് എന്താണ്, ഈ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഈ ഒരു നെറ്റ് ബ്രാക്കറ്റിനുള്ള നെറ്റ് ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണ്. അതായത് EJയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ മൈനസ് ഒരു ക്വാണ്ടിറ്റി, ഇത്രയും ഭാഗം ആൽഫയിൽ നിന്ന് കുറച്ചാലാണ് EJ കിട്ടുന്നത്. അതായത് നമുക്ക് പറയാം EJ ഈസ് ലെസ് ദാൻ, ആരേക്കാളും കുറവാണ്, ആൽഫേനേക്കാളും കുറവാണ്. കാരണം ആൽഫയിൽ നിന്ന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ മൈനസ് ചെയ്താലാണ് EJയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് EJ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫേനേക്കാളും ചെറുതായിരിക്കും. ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, PZ ഓർബിറ്റൽസിൻ്റെ ആവറേജ് എനർജി ആയിട്ടായിരുന്നു നമ്മൾ ആൽഫ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ആറ്റത്തിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ HMOs ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അത് നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷനെയാണ് കാണിക്കുന്നുണ്ടായിരിക്കുക. അതായത് അത് ആറ്റായിട്ട്, കാർബൺ ആറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ PZ ഓർബിറ്റലിൽ ഉണ്ടാകുന്ന ഈ ഒരു ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർബിറ്റലിൻ്റെ സാധാരണ എനർജി, അതായത് നമ്മളിപ്പോൾ നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസിൻ്റെ എനർജി എന്ന് പറയുന്നത് പങ്കെടുക്കുന്ന ആ ഒരു എന്താണ്, ഓവർലാപ്പിങ്ങിൽ ഏർപ്പെടുന്ന ഓർബിറ്റൽസ് അവരുടെ അറ്റോമിക് സ്റ്റേറ്റിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ, അതിന് ഈക്വൽ ആയിരിക്കും നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് PZ ഓർബിറ്റലിൻ്റെ ഒരു ആവറേജ് എനർജി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത്
പങ്കെടുക്കുന്ന ആറ്റത്തിൻ്റെ സാധാരണ ആ ഒരു അറ്റോമിക് സ്റ്റേറ്റിലെ അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും അത് മോളിക്യൂളായിട്ട് മാറിയിട്ടില്ല, ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിൽ ആ ഒരു അറ്റോമിക് സ്റ്റേറ്റിലെ അവരുടെ pz ഓർബിറ്റലിൻ്റെ എനർജിയാണ് ആൽഫ. അതായത് നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ എനർജിയാണ് ആൽഫ. അതിനേക്കാളും കുറവാണ് ഇജയുടെ വാല്യൂ. എപ്പോൾ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇജെ എന്ന് പറയുന്നത് അറ്റോമിക് ലെവലിനേക്കാളും എനർജിനേക്കാളും കുറവാണ്. അതായത് ഈ ഒരു ബോണ്ടിങ് വഴി അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ബോണ്ടിങ് വഴി ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഇൻട്രാക്ഷൻ വഴി അവരുടെ എനർജി ലോവർ ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്ജെയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇജയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫേനേക്കാളും ചെറുതായിരിക്കും. ആൽഫേനേക്കാളും ചെറുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ ആറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് pz ഓർബിറ്റൽസിൻ്റെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജിയാണ് ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോണ്ടിങ് ഇൻറ്ററാക്ഷനാണ്. ആ ഒരു ഇൻറ്ററാക്ഷൻ വഴി അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു, എനർജി കുറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കിവിടെ ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ ആണെന്ന് പറഞ്ഞത്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ഇത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ ആയിരിക്കും, എനർജി കുറവായിരിക്കും. ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു എനർജി ലെവലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ E1 ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് റൂട്ട് എടുക്കുക. ഈ ഒരു ഇക്വേഷനിൽ തന്നെ എക്സ്ജെയുടെ വാല്യൂ പോസിറ്റീവായിട്ട് എടുക്കാം. എക്സ്ജെയുടെ വാല്യൂ നെക്സ്റ്റ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പോവാണ്. പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ എന്തുണ്ടാവുക, ഇതിൻ്റെ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറി, ഇതെന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറി. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് വരിക. അപ്പോൾ ഇജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇജെ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഒരു ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇജെ വിൽ ബി ഗ്രേറ്റർ ദാൻ ആൽഫ. ഇജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫേനേക്കാളും കൂടുതലായിരിക്കും. എപ്പോൾ എക്സ്ജെയുടെ വാല്യൂ 0-നേക്കാളും കൂടുതലാവുമ്പോൾ. എക്സ്ജെയുടെ വാല്യൂ കൂടുതലാകുന്ന സമയത്ത് ഇജെ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും. അതായത് ആൻറ്റി ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ. എന്തുകൊണ്ടാണ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി ഇതിനേക്കാളും ആരുടെയാണ്, ഈ രണ്ട് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് സാധാരണ അറ്റോമിക് ഓർബിറ്റലിൻ്റെ എനർജിനേക്കാളും കൂടുതലായ കാരണം അവിടെ സ്റ്റെബിലിറ്റി കുറയാണ് ഉണ്ടാകുന്നത്, അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ABMO ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ആൻറ്റി ബോണ്ടിങ് ഇൻട്രാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. എക്സ്ജെയുടെ വാല്യൂവിന് നെക്സ്റ്റ് മൂന്നാമത്തെ എക്സ്ജെയുടെ വാല്യൂ 0 ആയി എന്ന് വിചാരിക്കുക. ഇത് മൊത്തം ക്യാൻസലായി. അപ്പോൾ എന്താണ്, ഇജെ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞിട്ട് കിട്ടും. എക്സ്ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ. അതുകൊണ്ടാണ് അതിനെ നോൺ ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് HMO എനർജി ലെവൽസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ വേവ് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ അത്രയും HMOs ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ഫങ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. Psi1, Psi2, Psi3. ഇപ്പോൾ എന്താണ്, അലൈൽ കോമ്പൗണ്ട്സ് ഒക്കെയാണ് അല്ലെങ്കിൽ അലൈൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. 1, 2, 3 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 വേവ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ വേവ് ഫങ്ഷൻസിൻ്റെ ഒക്കെ എന്താണ് കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഓരോന്ന് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഇത്രയാണ്. നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ആ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്യുലാർ ഇക്വേഷൻസ് ആയിരിക്കും. നേരത്തെ HMOയുടെ എനർജി ലെവൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് സെക്യുലാർ ഡിറ്റർമിനൻ്റ് ആണ്. ഇനി വേവ് ഫംഗ്ഷൻ, HMOയുടെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, സെക്യുലാർ ഇക്വേഷൻസ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് എനർജി ലെവൽസ് സെക്യുലാർ ഡിറ്റർമിനൻറ്റും സെക്യുലാർ ഇക്വേഷൻസ് എന്തിനാണ്, കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫൈനലി നമ്മുടെ HMOയുടെ വേവ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്യുലാർ ഇക്വേഷൻസ്. സെക്യുലാർ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടോ? ഏറ്റവും ആദ്യം എഴുതിയത് ഇതിൻ്റെ ഇവിടെയൊക്കെ ഈക്വൽ ടു 0 ഈ ഇക്വേഷൻസ് കേട്ടോ.
ഇതിൽ നമ്മൾ ഇങ്ങനെ എടുക്കില്ല, ആൽഫ മൈനസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻസിലായിരിക്കും നമ്മൾ മിക്കവാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇത്രയൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഓരോ മോളിക്യൂളിൻ്റെയും HMO ട്രീറ്റ്മെൻറ്റ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പരമാവധി ഞാൻ പറഞ്ഞു തരാൻ നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് വരികയാണ്, സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതിനുശേഷം തീരെ ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് തന്നെ പറയാം. നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.